ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ സെഷൻ ഓഫ് ആസ്പിറൻസ് അക്കാഡമി. ഓക്കെ, ഈ ആൻസർ കീ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് PSC പൂക്കളയിട്ട് കളിച്ചതോ അല്ലെങ്കിൽ വെട്ടിക്കുത്ത് കളിച്ചതോ ഒന്നുമല്ല. ഇതാണ് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ തേർഡ് ഫേസിൻ്റെ ആൻസർ കീ, ഒരു ഫൈനൽ ആൻസർ കീ ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ കഴിഞ്ഞ LSJSൻ്റെ പ്രിലിംസ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ തേർഡ് സ്റ്റേജിൻ്റെ ആൻസർ കീയാണ് കേട്ടോ. ഞാൻ എഴുതിയ എക്സാം ആയിരുന്നു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ കീയാണ് ഇവർ ഇട്ടേക്കുന്നത്. 16 ഡിലീഷനാണ് ഉണ്ടായത്. 16 ഡിലീഷൻ, ഒന്നും രണ്ടും അല്ലെ പോട്ടെ, ഒരു 9 അങ്ങനെ ഒന്നുമല്ല, 16 ഡിലീഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഭയങ്കര ഒരു ഹാർട്ട് അറ്റാക്ക്. ഫസ്റ്റ് ഈ 16 ഡിലീഷനൊക്കെ കണ്ടപ്പോഴല്ലോ എൻ്റെ ഹാർട്ട് അറ്റാക്കൊക്കെ പോലെ തോന്നിയിരുന്നു. പിന്നെ ഒരു പുച്ഛം തോന്നി PSCൻ്റെ. സത്യം പറയല്ലോ, ഒരു പുച്ഛം തോന്നി. 16 ഡിലീഷനൊക്കെ എന്ന് പറയുമ്പോൾ 100 ക്വസ്റ്റ്യൻ അതിൽ 16 ഡിലീഷൻ, നന്നായിട്ട് പുച്ഛം തോന്നി. പിന്നെ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് ഉള്ള മാർക്കിൽ നിന്ന് എന്തായാലും മാർക്ക് പോകാനുള്ളതാണെന്ന് മനസ്സിലായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് മാർക്ക്, അതായത് 5 എണ്ണം ശരിയായിട്ടുണ്ടായിരുന്നത്, അതായത് പ്രൊവിഷണൽ വെച്ച് നോക്കിയപ്പം ശരിയായിട്ടുള്ള 5 എണ്ണത്തിൽ എനിക്ക് തെറ്റി, അതായത് ഡിലീഷൻ വന്നു. 5 ഡിലീഷൻ വന്നു. പക്ഷേ ശരിയെന്ന് ഇട്ടതൊന്നും തെറ്റായിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ശരിയായിട്ടുള്ള 5 ഡിലീഷൻ വന്നിട്ടുണ്ട്. അതേപോലെ പക്ഷേ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് തെറ്റായിട്ടുള്ള ഒരെണ്ണം ഡിലീഷൻ വന്നു. അങ്ങനെ പിന്നെ എനിക്ക് തെറ്റായത് ഒന്നല്ല 2-3 ഡിലീഷൻ വന്നു തോന്നുന്നു തെറ്റായിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ചെറിയൊരു ബെനിഫിറ്റ്, ചെറുതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ശരിയായിട്ടുള്ള 5 ഡിലീഷൻ വന്നെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാർക്ക് പോയി. അപ്പോൾ ചെറിയൊരു ബെനിഫിറ്റ് എന്നേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതെന്തെങ്കിലും ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയില്ലെങ്കിൽ നമ്മളത് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും വലിയൊരു നഷ്ടം വരാൻ പോകുന്നത്. ചിലർക്കതൊരു ഭാഗ്യമായിട്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാകും, പക്ഷേ മിക്കുള്ളവർക്ക് നഷ്ടമായിരിക്കും വരുന്നത്. കാരണം ഇതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഒരു കാണിച്ചത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇതുപോലെ ഒരു 2 ഡിജിറ്റ് നമ്പർ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല 12 13, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത്രയും ഡിലീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊവിഷണൽ വെച്ചൊക്കെ നോക്കിയ പിള്ളേർക്ക് നല്ല മാർക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഡിലീഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ നല്ല മാർക്കുള്ളവർക്കൊക്കെ കുറേ മാർക്ക് പുറകോട്ട് പോയി. ചിലർക്ക്, അതായത് കുറവ് മാർക്കുള്ളവർക്ക് 2-3 മാർക്ക് മുന്നോട്ടും പോയി. അങ്ങനെ കുറച്ച് റാങ്കിലൊക്കെ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഡിപ്രഷനാണ്. കുട്ടികൾക്കിത് ഭയങ്കര ഡിപ്രഷനായിട്ട് തോന്നും. എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് എനിക്കൊരു ബെനിഫിറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഞാൻ പ്രൊവിഷണൽ നോക്കിയപ്പോൾ ഉള്ള മാർക്കിനെക്കാട്ടിലും എനിക്ക് ഒരു മാർക്ക് എന്തോ കൂടി. കാരണം എനിക്ക് തെറ്റായത് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ഈ ശരിയായിട്ടുള്ളവരെയാണ് ചിലപ്പോൾ ഡിലീറ്റായി പോയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ആ ഒരു മാർക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. PSC ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ 100 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക. കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ തന്നെ പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെയാണ് അതൊരു PSCയോടുള്ളൊരു ഇത് തന്നെ നമുക്ക് പോവും. ഇപ്പോൾ എഴുതിയിട്ട് എന്ത് കാര്യം, അവസാനം വരുമ്പോൾ അവർ ഡിലീറ്റ് ചെയ്യാനല്ലേ എന്നൊക്കെ നമുക്കൊരു പുച്ഛം പോലൊക്കെ തോന്നും. അതുകൊണ്ട് പ്ലീസ് ഒരു അഭ്യർത്ഥനയാണ്. ഈ വീഡിയോ ഒന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഒരു 100 ക്വസ്റ്റ്യനെങ്കിലും കറക്റ്റായിട്ട് അവർക്ക് ഇട്ടുകൂടെ. അല്ല, നല്ല ദേഷ്യവും വിഷമവും ഒക്കെ നമുക്ക് വരും അവസാനം മാർക്ക് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരിയായിട്ടുള്ള തെറ്റിന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും വിഷമവും ദേഷ്യവും ഒക്കെ വരും. പക്ഷെ ഞാൻ നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ അവർ കുറേ ഡിലീഷന് വേണ്ടിയിട്ട് കുറേ ഒബ്ജെക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത് ഡിലീറ്റ് ചെയ്യണം, അതായത് കറക്റ്റായിട്ട് ശരിയാണെന്ന് കൺഫേം ആക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും അവിടെ നിന്നൊക്കെ ഡിലീഷൻ പോയിട്ടുണ്ടായിരുന്നു. ഡിലീഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിക്വസ്റ്റുകൾ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവസാനം ലാസ്റ്റ് വന്നപ്പോൾ അവരെന്താ ചെയ്തത്, കറക്റ്റായിട്ടുള്ളത് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതായത് സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ കറക്റ്റായിട്ട് ആൻസർ ഉണ്ടായിരുന്നു. ആക്റ്റിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഡിലീറ്റ് ആക്കിയത് എനിക്കൊന്ന് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ തെറ്റാണെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ ഡിലീറ്റ് ആക്കിയെന്നാണ്. അത് തന്നെയാണ് എൻ്റെ ഉറപ്പാണ്. ഞാൻ എഴുതിയ എക്സാം വേണ്ടി ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ്. അതിൽ അവർ ജസ്റ്റിസ് കാണിച്ചു, ആ കാര്യത്തിൽ ജസ്റ്റിസ് കാണിച്ചു. പക്ഷേ 100 ക്വസ്റ്റ്യനിൽ അവരുടെ മിസ്റ്റേക്കാണ്. അത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ടതുകൊണ്ടും തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടതുകൊണ്ടാണ് പിന്നെ അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. അത് ശരിയെന്ന് പ്രൊവിഷണൽ വന്നിട്ട് നമ്മൾ എന്തായാലും മാർക്ക് നോക്കുക. അപ്പോൾ അത് ഇത്ര മാർക്ക് ഉണ്ട് ശരിയെന്ന് തോന്നിയിട്ടുള്ള പിള്ളേരുടെയാണ് മാർക്ക് പോയത്. അപ്പോൾ അവർക്കതൊരു ഡിപ്രഷനാണ്. അപ്പോൾ അത് ഇനി ഭാവിയിലുള്ള എക്സാമിനെങ്കിലും പ്ലീസ് കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് വരിക. അത് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഡിഗ്രി ലെവൽ തേർഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ നോക്കുമ്പം കുറേ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ഒറ്റ ദൃഷ്ടിയാൽ ഗൂഗിളൊക്കെ തപ്പുമ്പം ശരിയായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അത് ജസ്റ്റ് നമുക്കൊന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, ഇത് കോഡ്
എ ആണ് കേട്ടോ. എ കോഡാണ്. എ കോഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അവർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഗൈസ്. അതായത് പോർച്ചുഗീസുകാരെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളതായിരുന്നു. ഇത് ഡിലീറ്റ് ആണ്. ശരിക്കും ഞാനിത് അറ്റംപ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അറ്റംപ്റ്റ് ചെയ്തിട്ട് എനിക്കിത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു. അതിൽ അവർ ആൻസർ ചെയ്ത് കൊടുത്തത് ബി ഓപ്ഷൻ ആയിരുന്നു തോന്നുന്നല്ലേ? അല്ല, ബി ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാൽ എൻ്റെത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് അവർ ഡിലീഷനിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കണ്ട. ഇനി രണ്ടാമത്തെ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി, അതും അവർ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അതായത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ 16 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയെങ്കിലും ഇവരെന്താ പറഞ്ഞത്, നമ്മുടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറേയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ ഒരു ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ നോക്കുമ്പോൾ ഒരു 70% ആൾക്കാരും ആ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്ത് കാണത്തില്ല. ഡിലീറ്റഡ് ആയി പോയ ക്വസ്റ്റ്യൻസിൽ ഒരു പകുതി ക്വസ്റ്റ്യൻസും എല്ലാവരും 70% ആൾക്കാർ അറ്റംപ്റ്റ് ആക്കാത്ത ക്വസ്റ്റ്യൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന 1741 കൊളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ശരിയായിട്ടുള്ളതാണ്. അടുത്ത 1757 മാവേലിക്കർ ഉടമ്പടി തെറ്റാണ്. കാരണം 1753 ഓഗസ്റ്റ് 15 ഈ ഉടമ്പടി ഉണ്ടാക്കുക. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 2 ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് കൊടുത്താൽ മതി ആൻസർ. പക്ഷേ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു. അതാണ് ഇത് ഡിലീറ്റ് ആക്കി. ഇത് കറക്റ്റാണ്, ഡിലീറ്റ് ആക്കി. മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്നത് അവിടെ സേന ആസ്ഥാനമായിരുന്നില്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. ഇനി 3 വൈക്കം സത്യാഗ്രഹം, അത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അത് ഡിലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ അവർ ഡിലീറ്റ് ആക്കിയിരിക്കുന്ന നാലാമത്തെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. നിയമലംഘനം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഓക്കെ, ഇതും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ഞാൻ നോക്കിയിട്ടില്ല, അതാണ് ഞാൻ പറയാത്ത കേട്ടോ. ഇതും അവർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഇനി അഞ്ചാമത്തേനെ അവർ ഡിലീറ്റ് ആക്കിയത് നിരത്തി പിടിച്ച് 4 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിരത്തി പിടിച്ച് റെഡ് മാർക്കിംഗ് ആണ്, നിരത്തി പിടിച്ച് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അഞ്ചാമത്തത് ഡിലീറ്റ് ആക്കി. സാമൂഹ്യ സ്ഥാപനവുമായി പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക എന്നുള്ളത്. ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലായിരിക്കും അല്ലേ? ഞാനൊന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല ഇതൊന്നും. അതുകൊണ്ട് കാരണം കുറച്ച് നമുക്ക് അറിയാവുന്നതാണ് ചില പോയിൻ്റെങ്കിലും അടുത്തത് ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനില്ല, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ചിടണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പിന്നെ ആറാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡിലീറ്റ് ആക്കി. മുഗൾ കാലഘട്ടത്തെ വാസ്തുവിദ്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അടുത്ത 7ാമത്തെ ഡിലീറ്റ് ആക്കി. ഫ്രഞ്ച് വിപ്ലവം കാരണങ്ങൾ ബന്ധപ്പെട്ട വസ്തുതകൾ. ഇതൊന്നും ഞാൻ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 8ാമത്തെ ഇവർ ഡിലീറ്റ് ആക്കി. പക്ഷേ ഇത് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 8ാമത്തത് ഞാൻ 3ഉം ശരി എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. ഇതിലെന്താ തെറ്റെന്ന് എനിക്കറിയില്ല. ഡിസംബറിൽ ടെഹ്റാൻ, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ലീഗ് ഓഫ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട 2ഉം സെയിം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, എന്തായാലും ഞാൻ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഡിലീറ്റ് ആക്കി. ഇനി 9ാമത്തതും ഡിലീറ്റഡ് ആണ്. പ്ലാസ്റ്റിക് മലിനീകരണം, ഇതും ഡിലീറ്റഡ് ആണ്, ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല, അത് ഡിലീറ്റഡ് ആണ്. ഇനി 10ാമത്തതും ഡിലീറ്റഡ് ആണ്. മേ ബി തേർഡ് ഓപ്ഷനിൽ എന്തെങ്കിലും അവർക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇനി ഇതും ഡിലീറ്റഡ് ആക്കിയത്. ഇതും അറിയില്ല. ഫസ്റ്റും സെക്കൻഡും ഒക്കെ സെയിം, കറക്റ്റാണ്. ഫസ്റ്റും സെക്കൻഡും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 3ാമത്തതിൽ കൺഫ്യൂഷനാണ്. ഞാൻ അതുകൊണ്ട് ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പോയില്ല. 3ാമത്തിൽ എനിക്ക് കൺഫ്യൂഷൻ തോന്നി. പക്ഷെ വേണമെങ്കിൽ അത് ശരിയെന്നുള്ള രീതിയിൽ എഴുതായിരുന്നു, കേന്ദ്ര വിവരാവകാശമാണല്ലോ. പക്ഷെ ഞാനത് ഒരു റിസ്ക് എടുത്തില്ല. അപ്പം ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അടുത്തത് അവർ ഡിലീഷൻ പോയിരിക്കുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് എന്താണ് ഡിലീഷൻ? എന്താണ് ഇതിനൊരു മിസ്റ്റേക്ക്? എനിക്കിനിയും അറിയാൻ വയ്യാത്തതാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്യാൻ പോയില്ല. എന്തായാലും RBI IMFൻ്റെ ഒരു അംഗമല്ലേ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുമുള്ള IMFൽ അംഗമായിട്ടുള്ള ഒരു സ്ഥാപനമല്ലേ RBI. ഇനി അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ശരിയാണ്. ഉഷ തൊറാട്ട് ആയിരുന്നു ആദ്യത്തെ വനിത RBI ഗവർണർ. RBI ഗവർണർ, അതായത് RBI ഗവർണർ വനിതകളൊന്നും ആയിട്ടില്ല. ആദ്യത്തെ RBI ഡെപ്യൂട്ടി ഗവർണറാണ് ഉഷ തൊറാട്ട്. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്, ബാക്കി 2ഉം ശരിയാന്നുള്ള രീതിയിലാണ് ഞാൻ ആൻസർ ചെയ്തത്. അത് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അടുത്ത അവർ ഡിലീറ്റ് ആക്കിയത് 22 NSSOൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് 22ാമത് അവർ ഡിലീറ്റ് ആക്കി. ഇതെന്തുകൊണ്ടാണ് അവർ ഡിലീറ്റ് ആക്കിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നമ്മൾക്ക് ഗൂഗിളിൽ തപ്പുമ്പോൾ വേറൊരു ആൻസർ കാണുന്നില്ല. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ കാണുന്നത്. പിന്നെ എന്തിനാണ് ഡിലീറ്റ് ആക്കിയത്? പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ ഓപ്ഷൻ A ആയിരുന്നു ഇട്ടത്, എനിക്കത് തെറ്റിപ്പോയി. പക്ഷെ അത് ഡിലീറ്റ് ആക്കിയോണ്ട് എൻ്റെ ആ മിസ്റ്റേക്ക്, എൻ്റെ ആ ഒരു നെഗറ്റീവ് മാറിപ്പോയി. ഓക്കെ, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, NSSOൻ്റെ ഫുൾ ഫോം എന്താണത് ഓഫീസാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി 23 ഡിലീറ്റഡ് ആണ്. ഇതിൻ്റെ ആൻസർ എനിക്കറിയില്ല കേട്ടോ. അവർ A ആയിരുന്നു പ്രൊവിഷണൽ വന്നത്, പക്ഷെ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്.
അടുത്ത 30ാമത്തെ ഡിലീറ്റഡ് ആണ്. 30 ഡിലീറ്റഡ് അല്ല, 30ന് ആൻസർ എ ആണ്. 30 ഡിലീറ്റഡ് അല്ല, 30ന് ആൻസർ എ ആണ്. കാരണം അവർ 30ൻ്റെ ആൻസറിൻ്റെ എ കൊടുത്തേക്കുന്ന അവർ റെഡ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് പോയതാ, സോറി. 30 എ തന്നെയാണ്. ഇനി അവർ ഡിലീഷൻ കൊടുത്തിരിക്കുന്നത് 54 54. 54 എന്ന് പറയുമ്പം ഇവിടെ വരുമോ? 54 ഡിലീഷൻ കൊടുത്തിട്ടുണ്ടോ? സോറി ഗൈസ്, വീണ്ടും നമ്മൾ PSC പറ്റിച്ചു. 54 ശരിക്കും ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബി. അതവരിങ്ങനെ റെഡ് മാർക്കിംഗ് കൊടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ബി എന്നാണോ എക്സ് എന്നാണോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. റെഡ് മാർക്കിംഗ് കാണുമ്പോൾ ഡിലീഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഡിലീറ്റ് ആയിരുന്നില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഡിലീറ്റഡ് ആയിരുന്നു. ഞാൻ എൻ്റെ സി കോഡാണ്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ 54 ഓപ്ഷൻ ബി, അത് ഡിലീറ്റഡ് ആക്കിയിട്ടില്ല കേട്ടോ, ഭാഗ്യം. പിന്നെ ഡിലീറ്റഡ് ആക്കിയത് 64 കേട്ടോ. 64 ഡിലീറ്റഡ് ആക്കിയല്ലേ. 64 പക്ഷേ ആൻസർ സി ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതിൽ എന്തിനാണ് ഡിലീറ്റഡ് ആക്കി? ചിലപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും വഴിയിൽ ചിലപ്പോൾ ഉണ്ടാവും, വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇനി അത് ഡിലീറ്റഡ് ആക്കിയത്. ഇതും ഡിലീറ്റഡ് ആണ്. ശരിയാണല്ലോ അല്ലേ, അത്ര ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഈ സീരീസ് നോക്കിയപ്പോൾ 3 × 3 + 1 എന്നുള്ള രീതിയിൽ എടുത്തത്. അപ്പോൾ 10 × 3 + 1 31 × 3 + 1. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണല്ലോ, 30. അപ്പോൾ എത്ര കിട്ടും? 31 × 3 93 + 1 94 കിട്ടും. ഇനി 94 × 3 27 28 + 1 283 കിട്ടും. അപ്പോൾ ഇതിൽ ശരിക്കും തെറ്റിട്ടുള്ളത് 90 ആയിരുന്നു. അത് 90 എന്തായിരുന്നു? 94 വരണമായിരുന്നു. അങ്ങനെയാണ് എടുത്തത്. പക്ഷേ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ചിലപ്പോൾ വേറെ ഏതെങ്കിലും മെത്തേഡിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടായിരിക്കും, അതറിയില്ല. എന്തായാലും അത് ഡിലീറ്റഡ് ആണ്. അടുത്തത് അവർ ഡിലീറ്റ് ആക്കിയത് 67 ആണ്. 67 എന്തുകൊണ്ടാണ് ഡിലീറ്റഡ് ആക്കിയത്? പക്ഷേ ആ ആൻസർ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഇതൊരു പൊട്ടബുദ്ധി ഞാൻ കാണിച്ചു. ഫസ്റ്റ് എന്തോ 2 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്താണ്, നടുക്കത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും വായിക്കേണ്ട, അവർ നമ്മളെ മനഃപൂർവ്വം നമ്മുടെ ടൈം കളയാൻ വേണ്ടിയിട്ടാണ് ആ നടുക്കത്തൊക്കെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റും ലാസ്റ്റും മാത്രം വായിച്ചിട്ട് ഒരു ആൻസർ കിട്ടി. ഞാൻ അതങ്ങ് എഴുതി, ഓപ്ഷനിലുണ്ടായിരുന്നു, ഞാൻ അതങ്ങെടുത്ത് എഴുതി. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് നടുക്ക് എവിടെയോ ആയിരുന്നു കിടക്കുന്നത്. അത് വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഏതോ ഒരു ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ എഴുതിയ ആൻസർ തന്നെ അവർ കൊടുത്തത്. അപ്പോൾ ഞാൻ വെച്ചാൽ ശരിയാണ്, ഞാൻ വിചാരിക്കണില്ല തെറ്റാണെന്ന്. പക്ഷേ പ്രൊവിഷണൽ വന്നപ്പോൾ ആൻസർ മാറിയപ്പോൾ ഞാൻ പ്രൊവിഷണൽ തെറ്റ് അവർ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോൺഫിഡൻസോടെ ഇരുന്നു. പക്ഷേ പിന്നെ ഞാൻ ജസ്റ്റ് നോക്കി, ഞാൻ ഫുള്ള് നോക്കിയില്ല. അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തന്നെ വന്ന മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ സഹോദരനായിരുന്നു ഇതിന് ആൻസർ കേട്ടോ. സഹോദരനായിരുന്നു ഇതിൻ്റെ ആൻസർ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നമുക്ക് വന്ന മിസ്റ്റേക്ക് ആണെന്ന് നോക്കാം. പിയുടെ മകളാണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിയുടെ മകളാണ് ക്യൂ. ഇനി ആറിൻ്റെ സഹോദരനാണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എയുടെ അമ്മായിയമ്മയാണ് ജി. എയുടെ അമ്മായിയമ്മ, ഇവരെയൊന്നും നമുക്കറിയില്ല. എയുമായി ബി വിവാഹിതനാണ്. എയുമായിട്ട് ബി വിവാഹിതനാണ്. ഓക്കെ, ഇനി ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എന്ന് പറയുന്നുണ്ടല്ലേ, ക്യൂവിൻ്റെ അമ്മാവൻ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാം. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എന്ന് പറയുന്നുണ്ട്. ഇനി ബിയുമായി എ വിവാഹിതയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയുടെ അമ്മായിയമ്മയാണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. എയുടെ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ ബീൻ്റെ ആയിരിക്കുമല്ലോ. എയുടെ അമ്മായിയമ്മയാണ് ജി. അപ്പോൾ ജി ആരാണ്? പെണ്ണാണ്. പിന്നെ ക്യൂവിൻ്റെ അമ്മാവൻ എഴുതി. ഇനി ഡി ആണ് ബിയുടെ പിതാവ്. ബിയുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഡി ആണ് ബിയുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയുമായുള്ള ബന്ധം എത്രയാണ്? ബിക്ക് പിയുമായിട്ടുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കിട്ടും? ഇത് പ്രഥമ ദൃഷ്ടി നമുക്ക് കിട്ടിയല്ലേ, സഹോദരനെന്ന് കിട്ടി. സഹോദരനാണ്, അതിൻ്റെ ജെൻഡർ വരെ നമുക്ക് മനസ്സിലായി, സഹോദരനാണ്. ഇനി വേറെ വല്ല ആൻസർ ഉണ്ടോ ഇതിന്? കാരണം ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എന്ന് പറയുന്നുണ്ടല്ലേ, ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എന്ന് പറയുമ്പോൾ ശരി. ഇല്ല, കുഴപ്പമില്ല. കാരണം 7 അംഗങ്ങളാണ് കുടുംബത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു ഫാമിലിയിലെ കാര്യമല്ലേ പറയുന്നത്. 1 2 3 4 5 6, പിന്നെ ഒരു 7 എവിടെ പോയി? ഒരാളോട് ഉണ്ടായിരിക്കും. ഓക്കെ, 7 അംഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 7 അംഗങ്ങളാണെങ്കിൽ ഒരു കുടുംബത്തിലെ കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ പിൻ്റെ ഭാര്യേൻ്റെ കുടുംബത്തിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഭാര്യേൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അത് വേറൊരു കുടുംബമല്ലേ. അപ്പോൾ ഭാര്യേൻ്റെ സഹോദരനും ആകാം ക്യൂവിൻ്റെ
അമ്മാവൻ ശരിയാണ്, പക്ഷെ അതൊരു വേറെ കുടുംബമാണ്, വേറൊരു ഫാമിലിയാണ്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫാമിലി എടുത്താൽ മതി. ഈ ഒരു ഫാമിലി എടുക്കുമ്പോൾ 7 അംഗങ്ങളാണ്, ചിലപ്പോൾ പീൻ്റെ ഭാര്യനോട് കൂട്ടിയായിരിക്കും. അപ്പോൾ ആ 7 അംഗങ്ങളിൽ ബി എന്ന് പറയുന്നത് പീൻ്റെ ആര് തന്നെയാണ്, സഹോദരനാണ്. പക്ഷേ ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ് ഉത്തരം. പിന്നെ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ആക്കിയതെന്ന് PSCക്ക് മാത്രം അറിയാം. പിന്നെ ആറിൻ്റെ സഹോദരനാണ് ബി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആറിൻ്റെ സഹോദരൻ, അപ്പോൾ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ കൂടെ ഉണ്ട് ഈ പിക്ക്, ആറെന്ന് പറയുന്നത്. അപ്പം തന്നെ അവിടെ 7 അംഗങ്ങളായല്ലേ. ശരിക്കും അപ്പം കൺഫ്യൂസിങ് ആണ്. കാരണം പീൻ്റെ ഭാര്യനോട് കൂട്ടണമല്ലോ അല്ലേ. പി ഭാര്യയെ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലൊരു അംഗം തന്നെയാണല്ലോ. അപ്പോൾ പീൻ്റെ ഭാര്യനെ കൂട്ടിയിട്ടില്ല, പീൻ്റെ ഭാര്യനെ പറ്റി ഇത് സ്റ്റേറ്റ്മെൻറ്റൊന്നും പറഞ്ഞിട്ടുമില്ല. കൺഫ്യൂസിങ് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയെടുക്കാം കൺഫ്യൂഷൻ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, നമുക്കങ്ങനെ വിചാരിക്കാം. അടുത്തത് ഇവർ തെറ്റ് കൊടുത്തേക്കുന്നത് 75 ഇവർ മിസ്റ്റേക്ക്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് 68 ആൻസർ ഉണ്ടോ ഗൈസ്? 68 ആൻസർ ഉണ്ടോ? ഞാൻ നോക്കിയിട്ട് എനിക്ക് ആൻസർ കിട്ടിയില്ല. പക്ഷെ അവരത് ഡിലീഷൻ കൊടുത്തിട്ടില്ല, ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും ചാനലിൽ ഞാൻ പോയി നോക്കാം, ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ആൻസർ കിട്ടുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും 68 എനിക്കെന്നല്ല, അന്ന് ഞാൻ നോക്കിയ ചാനലുകളിലും അവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തൊഴിൽ വാർത്തയിൽ അവർ വിശകലനം ചെയ്തപ്പോഴും അവർക്ക് അത് ഡിലീറ്റഡ് എന്നുള്ള രീതിയിലാണ് അവരും കൊടുത്തത്. പിന്നെ PSCക്ക് എവിടെ നിന്നാണ് ഈ ആൻസർ എന്ന് ചിലപ്പോൾ ഉണ്ടായിരിക്കും, നമുക്ക് നോക്കാം. അടുത്ത ഡിലീഷൻ പോയിരിക്കുന്നത് 75. ഇതാണ് അടുത്ത ഡിലീഷൻ. ഇതെന്താണ് ഡിലീഷൻ നോക്കട്ടെ. ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് way to express the intended idea in the following. I like her childish face. I like her child like a face. I like her face like child. I like her face like a child. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 2 വാക്കുകളുണ്ട്. അതാണ് ചിലപ്പം ഇതിനകത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ചൈൽഡിഷ് ഫേസും ഉണ്ട്, അതുപോലെ തന്നെ ചൈൽഡ് ലൈക്ക് ഫേസും ഉണ്ട്. ഈ ചൈൽഡിഷ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. ചൈൽഡ് ലൈക്ക് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് മീനിങ് ആണ്. അതായത് ചൈൽഡ് ലൈക്ക് ഫേസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇന്നസെൻ്റ് ആയ എന്നുള്ള മീനിങ് ആണ്. ചൈൽഡിഷ് ഫേസ് എന്ന് പറയുമ്പോൾ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ഒക്കെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കും. ഇത്രയും വലുതായിട്ട് ഒരു ഇമ്മെച്യൂരിറ്റി കാണിക്കുന്നതാണ് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ലൈക്ക് ചെയ്യാന്ന് പറയത്തില്ല. ഐ ലൈക്ക് ദ ചൈൽഡിഷ് ഫേസ് അങ്ങനെ നമ്മൾ പറയില്ല, അത് തെറ്റാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ ഫേസ് ലൈക്ക് ഇതൊക്കെ തെറ്റാണ്. അപ്പോൾ എന്താണ് ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ് എന്നാണ്. ഇനി ഇവരിത് ഡിലീറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ ചിലപ്പോൾ ഇതായിരിക്കാം. ചൈൽഡ് ലൈക്കിലൊരു ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഡിലീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ ഡിലീഷൻ. മലയാളത്തിലൊന്നും അവർ ഡിലീറ്റ് ആക്കിയിട്ടില്ല. ഭാഗ്യത്തിന് ഇംഗ്ലീഷിൽ അവർ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഡിലീറ്റ് ആക്കിയുള്ളൂ, ബാക്കിയൊന്നും ഡിലീറ്റ് ആക്കിയിട്ടില്ല. ശരി, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ്, മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ? ഒന്നും കുഴപ്പമില്ല, പ്രിലിംസ് ആണ്. ഇതുപോലെ LDCക്കോ ലൈക്ക് ആദ്യം LDCക്കോ ഒന്നും വരാണ്ടിരുന്നു കഴിഞ്ഞാൽ, പക്ഷെ കുഴപ്പമില്ലെന്നല്ല, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അല്ലേ, പ്രിലിംസ് പാസ്സാവാണ്ട് പോയിട്ടുള്ളവരോ ചിലപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു വലിയൊരു ലോസ് ആയിരിക്കും. മാർക്ക് കൂടിയിട്ടുള്ളവർക്ക് ഇത് ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ LDCക്കൊക്കെ ഇങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ പ്രവർത്തിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.